അവിടെ നിക്കണം, തല ഓർത്തണ്ടേ? എനിക്ക് പരീക്ഷ ഉണ്ട് പാപ്പാ. ആ പരീക്ഷ ഉണ്ട് അറിയാലോ. എത്ര മണിക്കായി? 10 മണിക്കാ. പക്ഷെ എനിക്ക് 9:00 പോണം. ആ 9:00 പോവാ. പാപ്പ എനിക്ക് ഉമ്മ എപ്പോഴും ബിസ്ക്കറ്റും പാലും ഒക്കെ തരുന്ന രാവിലെ കുളിക്കുന്നതിന് മുമ്പ്. എന്റെ മോനെ ഇപ്പളാ പറയണേ, ഒരു 100 കൂട്ടം പണിയെടുക്കണ ഇവിടെ. പാപ്പയ്ക്കൊന്നും അറിഞ്ഞൂടെ? ആ ഇക്ക് എങ്ങനെ അറിയണേ? ഓളല്ലേ ഇത് എടുത്തു തരാ. ആ പോട്ടാ സാരമില്ല, ഇനി എനിക്ക് ഭക്ഷണം എടുത്ത് വെക്കാം. പോയി ഡ്രസ് പറ ചെല്ലേ. സ്കൂൾ കൂടെ ജാതിയെ പണിച്ച് ബാക്കിയുള്ള എങ്ങനെ ചെയ്യണു ഞാൻ? കുറച്ച് പച്ചമുളക്, വേപ്പില, ഇഞ്ചി. പച്ചമുളക് ഒരു 3-4 പച്ചമുളക്. ആ ആവശ്യമുള്ള സാധനം ഇല്ല. ഇല്ല നോക്കല്ലേ ശരിക്ക്. ഒരു 3-4 എടുത്താൽ മതി. 3-4 പച്ചമുളക്, ഇത്തിരി ഇഞ്ചി. ഇഞ്ചി ഇതൊക്കെ കഴുകണോട്ടാ. ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ വേപ്പില കഷ്ണം എടുത്തോ. വേപ്പില കഷ്ണം. ഇഞ്ചി ഇത് മതിയോ? ഇഞ്ചി ഒരു കഷ്ണം മതി. പിന്നെ എന്താ? ഇനി വേപ്പില കടുക്. കടുക്. ഇത് വേപ്പില തൈ വേണ്ട, ഒരു 2 ഇല മതി. ഇതൊക്കെ ഒന്ന് കഴുകണോട്ടോ വാസൂട്ടി. ഇതൊക്കെ വിഷം അടിച്ച് വരണേണ് അങ്ങോട്ടെന്നൊക്കെ. കടുക് ആ പാത്രം എടുത്ത് ആ സാധനം അരിയണ സാധനം. ഒരു കത്തി ഇപ്പൊ ശരി എഴുതരാം. കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. വെളിച്ചെണ്ണ ഉപ്പ് എടുത്ത് വെച്ചേര്. ഉപ്പുണ്ട്. ഇതൊന്ന് കഴുകി ശരിയായിട്ട് കടുക് ഇത് കഴിയുമെന്നാവോ? ഒപ്പിക്കാം. എടുക്ക്. എന്നിട്ടേ ഒരു ചീനച്ചട്ടി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അടുപ്പത്തോട്ട് വെച്ച് കത്തിക്ക്. ഈ വെളിച്ചെണ്ണ എത്ര ഒഴിക്കണം? കൃത്യം അളവൊന്നുമില്ല, ഒരു ഇത്തിരിയാണ്ട് ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. 2 സ്പൂൺ അങ്ങനെ ഒഴിച്ചടാം. ചൂടായില്ല. ഒന്ന് പഴുക്കട്ടെ ആ ചട്ടി. ഒരു ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റിന്റെ കഷ്ണം കിട്ടിയാൽ അതിൽ അരിഞ്ഞിട്ട് ടേസ്റ്റ്. പിള്ളേർക്കല്ലേ ക്യാരറ്റ്. അന്ന് ഒരു ക്യാരറ്റിന്റെ കഷ്ണം കഴുകിയെടുക്കണം. ഈ പണിക്ക് പോകില്ലെങ്കിലും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് കൂറന്നിട്ടുണ്ട്. അത് കളയാ നോട്ടെ. കൂറന്നാണ് ഇത്രയും നല്ലതാണ്. അതല്ലേ കളയാന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ ഒഴിച്ചോ. ഞാനെന്താ അറിയോ, ഇന്ന് വരെ അടുക്കള കയറിയിട്ടില്ല. നല്ല കാര്യമാണ്. പെണ്ണുങ്ങളൊക്കെ ചത്താലും ജീവിക്കണ്ടേ നമുക്ക്. എണ്ണ ഒഴിക്കട്ടെ? ഒഴുക്കി പേടിക്കണ്ട. അതെ എന്നിട്ട് ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ ഇതൊക്കെ മാറ്. ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ കൊടുത്ത് പുകഞ്ഞു വരണടാ. നീ പേടിക്കണ്ട, അതല്ലേ പോയാണ്. വെള്ളം ഒഴിക്കും. ചട്ടി എന്താ ഇങ്ങനെ പോയതോ? വെള്ളം ഒഴിക്കും. ഇങ്ങോട്ടെന്നെ ഉണ്ടാ വെള്ളം എടുത്തുണ്ടോ? തീ കൂടി പോയി തോന്നുന്നു. തീ കുറയ്ക്കും. വെള്ളം ഒഴിക്കട്ടെ? ഒഴിച്ചോ. എത്ര പേർക്കുള്ളപ്പോഴാണ് ഇത് മുഴുവൻ? നീ കോരി ഒഴിച്ച എന്തിനാണ്? മതി. എത്ര പേർക്ക് തിന്നാനാണ്? ഇനി ഇത് തിളച്ചു വരുമ്പോഴേക്കും റവ എടുത്തോ. റവ എടുത്തുണ്ടോ? ഉപ്പിടാ. ഉപ്പ് വെള്ളത്തിലിട്ടാ മതി. ഞാൻ ഇട്ടോളാം. നീ റവ എടുത്തുണ്ടോ? റവില്ലല്ലോ. റവയില്ല പിന്നെ എന്തിനാ ഉപ്പാവ് ഉണ്ടാക്കണ? എങ്ങനെയാണ് ഇപ്പൊ മൈദ മതിയോ? മൈദ മറ്റേ പോസ്റ്റർ ഒട്ടിക്ക. പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ തേങ്ങയൊക്കെ വേണം. ഒരു ഐഡിയ ഉണ്ടെന്നാ ഇതെടുത്താണ് കമത്തിക്കളയാ. പിന്നെ റവ ഇല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കണ എങ്ങനെയാണ്? നീ ഒരു പണിയാ. പരീക്കുട്ടിയുടെ അടുത്ത് ചെയ്തിട്ട് ഇത്തിരി റവ ഉണ്ടാന്ന് ചോദിച്ചു. ഒന്നിട്ട് വാ. അങ്ങോട്ട് വരാൻ നേരില്ല. ഇങ്ങോട്ട് പോര്. ഇവിടെ റവ ഇരിക്കുന്നുണ്ടോ? റവേ? ആ റവ.
റവ നീ കേട്ടിട്ടില്ലേ ഉപ്പുമാവൊക്കെ ഉണ്ടാവും എന്താ സാധനം ആകെ റില പോയിട്ടിരിക്കാണ്. നോക്കട്ടെ റവ നോക്കട്ടെ. ഉണ്ടാവും എവിടെ ഇരിക്കണെന്ന് അറിയില്ല. അതാണ് ഇല്ലേ ഇതല്ലേ റവ തന്നെ അതന്നെയാണ്. ഇത് മൈദേ അല്ലല്ല അത് തരും തന്നെ. ഇത് റവയാണ്. എന്നായിക്കോട്ടെ. അല്ല കുട്ടികൾക്ക് അവിടെ എന്താ ഞാൻ ഉപ്മാവ് എന്തായാലും കൊടുക്കാന്ന് ഒന്നും അറിയില്ല. ഞാൻ ഓരോ ഓംലേറ്റും ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാൻ. അതാ ചട്ടി അതാ പറഞ്ഞടാ അപ്പൊ ശരിയാക്കാം. കിടപ്പുണ്ട്. എന്താണ്ട് ചക്ക എന്താണ് സോക്സ്? അത് അലമാരയില് ഡ്രസ്സൊക്കെ ഇരിക്കുന്ന അലമാര അറിയില്ല എനിക്ക്. അതിൽ എന്റെ ഡ്രസ്സൊക്കെ വെച്ചുള്ള സ്ഥലത്തുണ്ടാവും. അവിടെ ഇന്നെങ്ങനെ വിളിക്കല്ലേ എന്റെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ ഞാന്. ഇങ്ങനെ ഇടങ്ങറാക്കണേ. ചെല്ലേ പോ. വാപ്പിച്ചി 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 കളക്കിക്കോ. ഉപ്പുമാവായി. ഇത്രയുള്ള റവ. അതേ ഉള്ളൂ. ഇവിടെ വെള്ളം കൂടുതലാണ് ഒഴിച്ചേക്കണ. നിന്നോട് ഞാൻ പറഞ്ഞ റവയുടെ അളവ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നീ ആദ്യം വെള്ളം വരാൻ പറഞ്ഞില്ലേ? വെള്ളം വരാൻ പറഞ്ഞ ആവശ്യത്തിന് വെള്ളം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതെ, അതിന്റെ റവ നോക്കിയിട്ട് റവ എത്ര ഉണ്ട് അതിനനുസരിച്ചല്ലേ വെള്ളം പറഞ്ഞത്. എനിക്കറിയാൻ പാടണ്ട ഇവിടെ റവ ഉണ്ടായില്ലേന്ന്. ഇപ്പൊ എന്ത് കാട്ടും? ഇത് കൊറേ ഇങ്ങനെ കലക്കി കൊടുക്ക്. ഭാഗ്യം ഉണ്ടേ കട്ടയാവും. ഇത് പണി പാളിന്നാ തോന്നണം. അപ്പൊ നീ കുറുകി വരില്ലത്? കുറുകി വരില്ലേ? മക്കൾക്ക് യോഗം ഉണ്ടെങ്കിൽ വരും. ഇത് കട്ടയില്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ. എന്തോരം വെള്ളമാണ് ഈ ഒഴിച്ചാണ് തന്നെ. നീ ഇളക്കിക്കോ. അത് വെള്ളം വറ്റാൻ നേരത്ത് നോക്കാം. എടാ ഇതിപ്പോ പായസം മാതിരി ആയില്ലോ. ഇതൊരു പണി വെച്ചാൽ മതി. ഒരു ഗ്ലാസ്സിൽ കോരി കൊടുത്താൽ മതി അവർക്ക്. വെള്ളം കൂടിയതിനാണ് എന്നെ നോക്കിയിട്ട് കാര്യമില്ല. എന്താ കുടിക്കാനോ? കുടിക്കട്ടെ തൽക്കാലം. വിശപ്പടങ്ങിയാ പോരെ. വയറിനറിയാമോ ഇത് ഉപ്പാവാണ കുറുക്കാണാന്ന്. എന്താണ്ടാ മനുഷ്യനെ ഏതപ്പിച്ചിട്ട് പോണേ? എനിക്ക് ഏതാ വേണ്ടേ? അതൊക്കെ വെള്ളം തരണോ? അപ്പൊ ഇതിന്റെ മറ്റേ എവിടെ? അത് കാണുന്നില്ല. അങ്ങോട്ട് ഇട്ടാ മതി. ഇത് കാര്യം കാണിക്കും. ഒരു നാണക്കേടും ഇല്ല. ഇങ്ങോട്ട് കാറ്റുകാരൻ്റെ ആയിട്ട് ഇത് പറഞ്ഞാൽ മതി. നാളെ വരുമ്പോ മറ്റേ കിട്ടുണ്ടരാന്ന്. കാല് പിടിക്ക്. മനുഷ്യന് ഇവിടെ എന്തെല്ലാം പണി കിടക്കണം. എന്റെ ഇടയിലെ കാണിച്ചു കൂട്ടണത് ഓരോ പണികള്. ഞാൻ ബാൻഡ് ഇറക്കിട്ടാ മതി. എന്നിട്ട് ആ സൂവിന്റെ കൊള്ളിടുമ്പോ കാണൂല. നടക്കുമ്പോ കാണൂലാന്ന്. ഇത് കാണൂല. ഇതേ അത് കാണുമ്പോ കഴിച്ചിടാണ്ട്. ഇതെന്താ യൂണിഫോമിന്റെ സെറ്റ് പറ്റിയില്ലേ? ഉമ്മ പറഞ്ഞിട്ടുണ്ട് കഴിക്കുമ്പോ ഷർട്ട് ഇട്ടോണ്ട് കഴിക്കരുത്. അള്ളാ, എന്റെ ഓംലേറ്റ്